ബസ് സ്റ്റോപ്പിലേക്കൊരു സീൻ വഴിയാണ്. ട്രെയിൻ തട്ടിച്ചാവൂ. പോ. അപ്പോൾ നമ്മൾ ടൈം സ്ക്വയറിലേക്ക് പോവാണ്. നമുക്കിവിടെ അടുത്തുനിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ബസ് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ നമ്മൾ ടൈം സ്ക്വയറിലെത്തും. അപ്പോൾ ഷോളിനായിട്ട് ഒത്താണ് വേറെ ലുക്കിൽ വന്നിട്ടുണ്ട്. അടുത്ത ലുക്ക് മാറി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാണാം. ടൈം സ്ക്വയർ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ പറയാം. എൻ്റെ പരമായ സംശയം ബസ് ഇന്ന് നമുക്ക് മിസ്സാവും എന്നുള്ളതാണ്. നടന്നിട്ടുണ്ട്. ജസ്റ്റ് മിസ് എത്തിയപ്പോൾ ഇതേ പോണു ബസ്. ആടാ ബസ് പക്ഷേ ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ബസ് 166 മിസ്സായി. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ 165 വന്നു. ആ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ടൈം സ്ക്വയർ തന്നെയാണ്. രക്ഷപ്പെട്ടു. അങ്ങനെ ബസ് കിട്ടി ഓൺ ടൈം. ചെക്ക് ഇവിടെ നിന്ന് കാഴ്ച കാണുന്നുണ്ട്. ഫുൾ സീൻ പിടിക്കുകയാണ്. ബാക്കിൽ ഒറ്റയ്ക്കാണ് സീൻ പിടിക്കുക. ഇപ്പം ഇനി ഇവിടുന്ന് ഒരു 1 അവർ 1 മണിക്കൂർ നമ്മൾ ടൈം സ്ക്വയർ എത്തും. അപ്പോൾ അങ്ങനെ കാണാം. ബസ്സിലൊന്നും ഒരു മനുഷ്യല്ല കേട്ടോ. ഇരിക്കണുണ്ടോ അവൻ? ഒരു മനുഷ്യല്ലേ ബസ്സിൽ? ആ, അതാണ് നമ്മൾ മിസ്സായ ബസ് 166. ആ, തൊട്ട് പുറകുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു $9 വന്നേ, 2 പേരും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു $4.5 ഒരാൾക്ക്. അത്രേ ഉള്ളൂ ഇവിടുന്ന് ടൈം സ്ക്വയർ വരെ ബസ്സിന്. $4.5. കുഴപ്പമില്ല. ഞാൻ അങ്ങനെ തന്നെ കേട്ടെ. ഇവിടുത്തെ ബസ്സിന് പോകണമെങ്കിൽ ഇപ്പോൾ ഒരു 1 മണിക്കൂറിലെത്തും. ഇത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് വഴിയാണ് പോവുക. അപ്പോൾ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാവും എന്നാണ് പറഞ്ഞത്. പാർക്ക് ചെയ്യാനും പറ്റില്ല. ടൈം സ്ക്വയർ എത്തി കഴിഞ്ഞാൽ പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി നടന്നാൽ പോലെ. തിരിച്ച് അവിടെ നിന്ന് മിഡ് നൈറ്റ് വരെ തിരിച്ച് ബസ്സുണ്ട്. രാത്രി തിരിച്ച് മിഡ് നൈറ്റിൽ തിരിച്ച് നമുക്ക് റൂമിലേക്ക് തിരിച്ച് പോരാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, പിന്നെ അതാണ് നമ്മുടെ ബസ്സിന് ക്യൂല്ല. വെറുതെ അല്ലേ നമ്മൾ ഇവിടെ നിൽക്കണേ. മനസ്സിലായി? കാറിൽ പോകുമ്പോഴുള്ള പ്രശ്നം മനസ്സിലായി? ഇത് കാറിൽ ഇവിടെ കിടക്കുന്നുണ്ടോ? ബസ്സിന് ഈ ബ്രിഡ്ജ് കിടക്കാൻ ക്യൂ നിൽക്കണ്ട. നമ്മളിത് ഒരു ടണൽ വഴിയാണ് പോകണം. ലിങ്കൺ ടണൽ വഴിയാണ് നമ്മളിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ബസ് എടുത്തുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന് ലൈനിൽ നിൽക്കണ്ട. നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ കാർ ഭയങ്കര ബ്ലോക്കാണ്. ഫുൾ ക്യൂവിലാണ്. ലൈനിൽ നിന്നിട്ടൊക്കെ വേണം അവർക്ക് കിടക്കാൻ. ഞങ്ങൾ നോക്കിയാൽ ഫുള്ള് ക്യൂ, ഭയങ്കര ബ്ലോക്കാണ്. പക്ഷെ ബസ്സിന് എക്സംഷൻ ഉണ്ട്. ബസ് സൈഡിൽ കൂടെ നൈസായിട്ട് പോന്നിട്ട് കയറി. അത്യാവശ്യം വലിയൊരു ടണലാണ്. കുറച്ചായി ഇപ്പം ഞങ്ങൾ പോന്നു. നല്ല ലെങ്താണ്. അപ്പം നമ്മളാ കണ്ട റിവർ, ഹഡ്സൺ റിവർ, ആ ഹഡ്സൺ റിവർ ക്രോസ് ചെയ്യണം. അപ്പോൾ ഈ ബസ് ഇങ്ങനെ പോയിക്കൊണ്ട് ഞങ്ങൾ ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്താണ് നമ്മൾ കാത്തിരുന്ന് ഇത്രയും ദൂരം വന്നത് എന്തിന്? അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു ടൈം സ്ക്വയർ. ന്യൂയോർക്ക് സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന ടൈം സ്ക്വയറാണ് എത്തി കാണുന്നത്.
ന്യൂയോർക്ക് എങ്ങനെയുണ്ട്? വേറെ ലെവൽ. ടൗൺ സ്കേ ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, കാണേണ്ട ഒരു സ്ഥലം. ഫുൾ ഓണാ. ചുമ്മാ അങ്ങനെ ഇരിക്കാൻ മതി, വെറുതെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ നമ്മള് ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെ തന്നെ അതിലും കിട്ടില്ല. ഭയങ്കര തിരക്കും, അത്ര തിരക്ക്, അത്ര ആൾക്കാരാ, അത്ര ക്രൗഡാ. ഒറ്റ നടുക്ക് ഫോട്ടോ എടുക്കുന്ന നമ്മളപ്പോ മഴ കതിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ മഴ ഉണ്ടാവില്ല എന്ന്. അതന്നെ, മഴയില്ല, അടിപൊളി. അപ്പോൾ നമ്മളിനി ടൈം സ്ക്വയർ സിറ്റി ടൂറിന് പോവുക. സിറ്റി കൂടെ നമ്മുടെ ഫ്രണ്ടിൽ ഷർട്ട് പോകാൻ. അപ്പോൾ ഇതേ സിറ്റി ടൂറിന് പോവാണ്. അപ്പോൾ ഇവിടെ സിറ്റി ബസ് എടുത്ത് ടൂറുണ്ട്, ഒരു 1 hour ജേണി. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. അപ്പോൾ ബസ് ഇപ്പോൾ എടുക്കും, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. സിറ്റി ഫുൾ ഓണാട്ടോ. ഒരു 10:30 കഴിഞ്ഞു, പക്ഷേ സിറ്റി നോക്കും, സ്ട്രീറ്റ് ഫുള്ള് ഫ്രൈഡേ നൈറ്റ് ആയ കാരണം ഫ്രൈഡേ നൈറ്റിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് ഉണ്ട്. ഫുൾ ഓണായിട്ട് നിൽക്കുകയാണ് സിറ്റി മൊത്തം. ഫുൾ തിരക്ക്, രക്ഷയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിങ്ങ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ Day 2 ആയിട്ട് വരാം. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വേൾഡ് ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് Day 2 ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ടൈം സ്ക്വയറൊക്കെ പോയി എത്തി, ലേറ്റായി. അത് നമ്മൾ വീടെത്തിയപ്പോൾ ഒരു 1 o'clock ഒക്കെ ആയി. അങ്ങനെ പിന്നെ കിടന്നുറങ്ങി. ഇന്ന് കാലത്ത് 8 മണിക്ക് എണീറ്റു. പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ദേ ഒരു 10 മണിയായി. ഇപ്പോൾ നമ്മൾ ഇവിടെ പോകാൻ നിൽക്കുക, സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോകാൻ നിൽക്കുക. ഒരു ഡ്രൈവ് ഉണ്ട്, ഇവിടുന്ന് ഒരു 40 മിനിറ്റ് പോകണം. ഒരു 30 kilometers ഉണ്ട്. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണല്ലോ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അത് കാണണം. കുറേ കാണാൻ പറ്റുന്നില്ല, കാരണം ഇന്നും കൂടി ഉള്ളത് നമ്മളുള്ളത്. ഒരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ എന്തൊക്കെയാവും അവിടെ, മഴ പെയ്യോ? വെതർ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. 2 മണിക്കൂർ 11-10 ഒന്നും, പക്ഷെ 11 ഉം 12 ഒന്നും അത്ര മഴ കാണിക്കണില്ല. പക്ഷെ പോയി നോക്കാം. പാർക്കിംഗ് ചെയ്ത് സമയം എടുക്കും. അപ്പോൾ ഷർട്ട് റെഡി ചുള്ളതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോയി കാണാം. ടൈം സ്ക്വയർ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാണേണ്ട ഒരു പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആ സിറ്റിക്കൊന്നും ഒരു രാത്രി ആവില്ല, അത്ര ലൈറ്റ്. ഫുൾ ലൈറ്റ്സിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന ഒരു സിറ്റിയാണ്. ഇന്നും കൂടി പോകണമെന്ന് പറയുന്നുണ്ട് രാത്രി. നോക്കട്ടെ. അപ്പൊ ഇങ്ങനെ മഴയില്ലെങ്കിൽ ഇന്നും രാത്രി ചിലപ്പോൾ പോകും.
അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാം നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതേ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ്സിലൊക്കെ നമ്മളിപ്പോൾ എത്തും. അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ സ്ട്രീറ്റ്സൊക്കെ മറ്റേ ടൈം സ്ക്വയർ പോലൊന്നുമല്ല, ഇവിടെ ഓൾമോസ്റ്റ് കാനഡ പോലൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാനഡയെക്കാളും കുറച്ചും കൂടി റോഡൊക്കെ മോശം തോന്നുന്നു. ഭയങ്കര മോശവും ആൾക്കാർ അവിടുത്തെ പോലെ നല്ല ഭയങ്കര ഒരു ഒന്നും നോക്കണമെന്നില്ല. പ്രത്യേകിച്ച് റോഡ്സ് ഒന്നും അങ്ങനെ നോക്കാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് കമ്പയർഡ് ടു കാനഡ കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ഒരു വേറെ പോലെയൊക്കെ ടൈം സ്ക്വയറൊക്കെ കാണണം. അവിടെ ഫുള്ളൊരു എനിക്ക് തോന്നുന്നൊരു ഉത്സവം നടന്ന പോലെ ആൾക്കാർ ഫുള്ള് തിരക്ക്. അവിടെ ഇവിടെ ഭയങ്കര ആൾക്കാർ റോഡിന്റെ സെന്ററിൽ വണ്ടി നിർത്തി ഇറങ്ങി പോണു. കുറേ പേര് അങ്ങനെ ഭയങ്കര ഒരു തിരക്കും ഇതും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ അത്രയും ആൾക്കാരുണ്ട്. പോലീസൊന്നും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും ക്രൗഡാ ടൈം സ്ക്വയർ. ഇന്നിപ്പോ സാറ്റർഡേ വർക്കിംഗ് ഡേ അല്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു ഗുണം വണ്ടി ഓടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ മഴക്കാറുണ്ട്, മഴ വരുന്ന ഓൾമോസ്റ്റ് ഷുവറാണ്. മഴ എന്തായാലും പെയ്യും. അപ്പൊ അതിന്റെ കുറച്ച് വിഷമമുണ്ട്. പക്ഷെ നോക്കണം, എന്നാലും നമ്മൾ ഒന്ന് പോയി നോക്കാന്നുള്ള ലെവലിലാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ലോട്ട് ഉണ്ടാണ് ഇപ്പം എൻ്റെ കുറേ അടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ അവർ പറഞ്ഞു അവിടെ പോയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം, അവിടെ നിന്നൊരു ഫെറി പിടിച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കാമെന്ന് പറഞ്ഞത്. ഒരു ഐലൻഡ് പോലെയാണെന്ന് പറഞ്ഞത്, അവിടെ പോകണം. അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഹായ്, നമ്മളപ്പോൾ ഇവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫെറി കിട്ടാനായിട്ട് നടക്കണം. ഈ ഫെറിക്കുള്ള ടിക്കറ്റ് മഴ ചതിച്ചുണ്ട്, കുറച്ച് മഴ തൂളുണ്ട്, വലിയൊരു മഴയൊന്നുമില്ല. അപ്പോൾ അതേ ഞാനും ഷർട്ടും കൂടിയിട്ട് ടിക്കറ്റ് വിൽക്കാനായിട്ട് പോകണം. മഴയുണ്ട്, വലിയ തിരക്ക് എന്ന് പറയാൻ ഇല്ല, മഴ കാരണമാണ്. പക്ഷെ വീക്കെൻഡൊക്കെയാണ്, എന്നാലും തിരക്ക് കാണേണ്ടതാണ്. പക്ഷെ അത്ര വലിയ തിരക്കില്ല. ടിക്കറ്റ്സ് ടു ഫെറീസ് ഇവിടെയാണ്. $24. ഇതപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ഫെറിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അടുത്തേക്കുള്ള പോകാനായിട്ട് നല്ല തിരക്കുണ്ട്. മഴ ഭാഗ്യത്തിന് പെയ്തിട്ടില്ല, കണ്ടല്ലേ. ന്യൂയോർക്ക് ഈ 20 മിനിറ്റ് 25 മിനിറ്റ്സ് പറഞ്ഞു. 25 മിനിറ്റ്സ് കൂടുമ്പോൾ ഫെറി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒരു ഫെറി ഉണ്ടെന്ന് അത് പോയി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഫെറിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ മുട്ടിലൊക്കെ പോയി എടുക്കുക. അപ്പോൾ അങ്ങനെ ബാക്കി കാഴ്ചകൾ വഴിയെ കാണാം. മഴ ഇപ്പോൾ പെയ്യില്ല നിൽക്കുക. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, കുറേ ചൂടിൽ രസമുണ്ട്. മഴ പെയ്യുന്നില്ല എന്തായാലും. By the time they reach New York's busy Harbor Island Immigration Station complex, explore and above all, enjoy your visit. അങ്ങനെ നമ്മൾ അമേരിക്കയുടെ ഒരു മെയിൻ ഐക്കോണിക് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇപ്പോൾ നമ്മളിത് ഫെറിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എത്തി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഐലാൻഡിലെത്തി. ഇതേ കാണ് നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയ കാരണമാണ് ഭയങ്കര തിരക്കുണ്ട്. വെതറും ഇതുവരെ ഓക്കെയാണ്. ഇടയ്ക്ക് കുറച്ച് മഴ തൂളിയെങ്കിലും നോട്ട് ബാഡ്. ഞങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ട്, വലിയ വിശപ്പൊന്നുമില്ല, അതിന് ചെറിയ ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് വല്ലതൊക്കെ കഴിക്കണം. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, അതൊക്കെയാണ് പ്ലാൻ. വൻ മഴ എന്ന് പറഞ്ഞാൽ പോലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടില്ലേ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി വൻ മഴയും.
എനിക്കപ്പോഴേ തോന്നി മഴ പെയ്യും മഴ പെയ്യും. ശരത്തിനെ കാണാനില്ലേ? ശരത്ത് ഓടി വിളിച്ചുകൊണ്ട് ശരത്തൊരു മരത്തിന് താഴെ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഗ്ലാസ് വെച്ചു മഴ നനഞ്ഞ് കുളിച്ച് കേള് അപ്പുറത്തെ കണ്ടില്ലേ മഴ മഴ താന്ന് പറഞ്ഞാൽ പോരാ. കുറച്ച് ഫോട്ടോ കിട്ടി, അതാരും കുഴപ്പമില്ല. ഇനി ഫെറിയിൽ തിരിച്ച് പോകാൻ പോവാ. നമ്മുടെ ഫെറി വന്നിട്ടുണ്ട്. അടുത്ത് പോകാൻ കണ്ട് നനഞ്ഞു, ഇനി ഒന്നും ബാക്കിയില്ല. നോക്കി വെതർ നോക്കി പറഞ്ഞിട്ടായിരുന്നു മഴ പെയ്യുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു പെയ്യില്ലെന്ന്. നിങ്ങൾ കുറേ ഡയലോഗ് വിളിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞത്. നമ്മളെവിടെ പോകുമ്പോഴും സീനില്ലേ മഴ പെയ്യില്ല എന്നൊക്കെ. തൃശ്ശൂർ പൂരത്തിന് തലേ ദിവസം മഴ പെയ്യുന്നുണ്ട്, പിന്നെയാണോ ആരോ പരാതിന്നൊക്കെ. അപ്പോൾ അങ്ങനെ കഴിച്ചു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ കണ്ടു, അടിപൊളിയായിരുന്നു. മഴ നമുക്ക് വിഷയമില്ല, പറയാലോ. ഒന്നും പറയണ്ട, വൻ മഴ. കറക്റ്റ് നമ്മൾ ടൈം എടുത്ത് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി, അല്ലെങ്കിൽ എല്ലാം മിസ്സായേനെ. മഴ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്. ആ ക്യൂ എന്ന് പറയുന്നത് ന്യൂയോർക്കിലേക്ക് പോകാനാണ്. ഞങ്ങളെ വണ്ടി ഇട്ടിരിക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ന്യൂജേഴ്സിയാണ്. ആ ആൾക്കാരൊക്കെ ന്യൂയോർക്ക്. അപ്പോൾ ഇവിടുന്ന് 2 ഭാഗത്തേക്കും പോകും. ന്യൂയോർക്ക് പോകുന്നവർ അവിടുന്ന് അവരുടെ അങ്ങോട്ട് പോകും. ന്യൂജേഴ്സി പോകുന്നവർ നമ്മൾ ഇവിടെ വരും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നു. തിരിച്ചു പോകാനുള്ള ലൈൻ്റെ ഫസ്റ്റ് എത്തിയാണ് ഞങ്ങൾ. അടുത്തത് നമ്മളടുത്ത പ്ലാൻ പറയും. മഴ കാരണം ഞങ്ങൾ അടുത്തത് നന്നായി ഭക്ഷണം കഴിക്കണം. പിന്നെ റെസ്റ്റോറൻറ്റ് പോകണം, നന്നായി ഫുഡ് കഴിക്കണം. അതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അപ്പോൾ നമ്മുടെ പൊരിക്കയുള്ള കാത്തിരിപ്പ് തുടർന്നു. ഞങ്ങൾ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയല്ല, സമയം ഇപ്പോൾ ഒരു 4 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിശന്നപ്പോൾ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരത്ത് മോന് ഇന്ത്യൻ ഫുഡ് തന്നെ വേണം, ബിരിയാണി കഴിക്കാൻ മോഹം. മൈൻഡ് മൊത്തം ബിരിയാണികളിൽ കിടന്നു. അങ്ങനെ ന്യൂജേഴ്സിയിലൊരു വൈഭവ് ഹോട്ടലിലെടുത്ത് പോയി. അവിടെ പോയി ബിരിയാണി കഴിച്ചു. പൊട്ട ബിരിയാണി, ചിക്കനൊക്കെ പഴകിയ ചിക്കൻ. അങ്ങനെ അവിടെ നിന്ന് തല്ലുകൂടി ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഡക്ക് ആൻഡ് സ്പൈസിൽ പോയി അവിടുന്ന് കഴിച്ചു. അത് നല്ലതായിരുന്നു. അങ്ങനെ ഇപ്പോഴേ തിരിച്ച് റൂമിലേക്ക് പോണു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇന്നും കൂടിയും ടൈം സ്ക്വയർ തന്നെ പോകണമെന്നാണ്. വൈഭവ് ഇതാണ് ഞങ്ങൾ പോയി തല്ലിപ്പള്ളി ഫുഡ്. പഴകിയ ചിക്കനൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. തമിഴന്മാരുടെ ഒന്നുമുണ്ട്, ആണ് തമിഴനാണ് ഇരിക്കണം. അപ്പോൾ പറഞ്ഞ് അവിടെ നിന്ന് നിലം ഉണ്ടാക്കി അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോകണു. റൂമിൽ പോയിട്ട് എൻ്റെ ഫോണിൽ ചാർജൊന്നുമില്ല. കുറച്ച് നേരം ചാർജൊക്കെ ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ടൈം സ്ക്വയറിലേക്ക് പോകണം. ടൈം സ്ക്വയർ തന്നെ പോകാമെന്നാണ് നമ്മുടെ ആശാൻ പറയണേ. ടൈം സ്ക്വയർ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും പോകാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് വീണ്ടും പോവുക. വേറെ എവിടെയും പോകാൻ പറ്റുന്നുണ്ടാവും തോന്നണില്ല. പക്ഷേ നാളെ കാലത്ത് തിരിച്ച് നമ്മൾ കിഷ്ണറിലേക്ക് പോകണം. അപ്പോൾ നേരത്തെ ഇറങ്ങാനാണ് പ്ലാൻ. ഇന്ന് കുഴപ്പമില്ല, കുറച്ച് മഴ കൊണ്ടു. അത് കഴിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേപ്പോൾ തിരിച്ച് നമ്മൾ വണ്ടി എടുക്കാൻ പോണു. വണ്ടി എടുത്തിട്ട് നേരെ റൂമിൽ പോകും. മഴ കൊണ്ട് കറക്റ്റ് നേരത്തെ മഴ. ഇപ്പം എപ്പോഴും നല്ല വെയിലാണ്. കറക്റ്റ് ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എത്തിയപ്പോൾ മഴ പെയ്തു. അത് കാരണം അവിടുത്തെ മ്യൂസിയം ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ പോണു. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങളിതാ അപ്പോൾ വീണ്ടും ഇറങ്ങി. വീണ്ടും സെയിം റുട്ടീൻ. വീണ്ടും ഇതേ വഴി ടൈം സ്ക്വയറിലേക്ക് തന്നെ ബസ് പിടിച്ച്. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് വേറെ ഒന്നും നടന്നില്ല. വൈകിട്ട് ഞങ്ങൾ വേറെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഫുഡൊക്കെ ലേറ്റായി. അങ്ങനെ നടന്ന് വീണ്ടും ടൈം സ്ക്വയറിലേക്ക് പോകാമെന്ന് വെച്ചു. നാളെ നമ്മളിവിടെ തിരിക്കും. അപ്പോൾ വീണ്ടും ഇന്നലത്തെ സെയിം പോലെ തന്നെ ബസ് കയറാൻ പോണു. ചേർത്തും ഞാനും കൂടി ഇവിടുന്ന് ടൈം സ്ക്വയർ പോകാൻ പോകണം. ഇന്ന് നമ്മൾ ഓൺ ടൈമിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ.
ഒരു കാരണവശാലും ഒന്ന് ബസ് കടത്തി വിടുന്നതല്ല ഞങ്ങളെ കയറ്റാണ്ട്. ചെക്കൻ ഡോളേഴ്സൊക്കെ എണ്ണി കറക്റ്റായി നോക്കി എല്ലാം $1 കേട്ടോ ബസ്സിൽ കൊടുക്കാനുള്ളത്. അങ്ങനെ അപ്പോൾ കാഴ്ചകൾ കാണാം. കുറേയൊക്കെ സെയിം റൂട്ട് കാരണം സെയിം കാഴ്ചകളും അവിടെ പോയിട്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ വൈകി കാഴ്ചകൾ വൈകി നമ്മൾ വീണ്ടും ടൈംസ് സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി വേറെ ബസ്സാണ്. ഇന്നലെ 166 എടുത്തിട്ട് ഇന്ന് 165 എടുത്തത്. പക്ഷേ ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഭയങ്കര തിരക്കാണ്. ബസ് ഫുള്ളാണ്. അവിടെ മൊത്തം കണ്ടു കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കവർ ചെയ്യാൻ പറ്റുമോ നോക്കാനാണ് കണ്ടു പോകണം. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ, വെറുതെ കുറച്ച് നേരം ഇരിക്കുക, രസമാണ്. വെറുതെ ഇരിക്കാൻ തന്നെ ഒരു ഫുൾ ഓണാണ്. അപ്പോൾ രാത്രി ആയാലും ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഫുൾ ലൈറ്റ് പകല് പോലെ തന്നെയാണ് അവിടെ. അതാണ് എൻ്റെ പ്രത്യേകത. ഫുൾ ലൈറ്റും ഫുള്ള് ഭയങ്കര ബ്രൈറ്റാണ് സിറ്റി. ഇങ്ങനൊരു ബ്രൈറ്റ് സിറ്റി കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു ആഘോഷം പോലെ അല്ലേ അവിടെ മൊത്തം? ഒരു ആഘോഷം പോലെ ഫുള്ള് സ്ട്രീറ്റ് പെർഫോമേഴ്സും അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ, പിന്നെ ഫുൾ നിറച്ച ആൾക്കാരുടെ ഒരു സംഗമല്ല, വേറൊരു ലോകം. അതാണ് ഞാൻ പറയാം ടൈംസ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും അതും ഒന്നും കൂടി ഒന്ന് കാണാത്ത ലെവലിലാണ്. ഇപ്പോൾ വേഗസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് പ്ലാനിൽ. ഇനി ഞങ്ങൾ നാളെ നേരത്തെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ ജോലിയുണ്ട്. അപ്പോൾ രാവിലെ പോലെ 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെ എടുക്കും. 10 മണിക്കൂർ എന്തായാലും എടുക്കും. പക്ഷെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ശരിയാ. ഇപ്പം ഇന്നായാലും ഇന്നലെ ആയാലും ഉറക്കൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഒന്ന് ശരിയാവണം. എന്തായാലും നമുക്ക് കാഴ്ചകൾ വഴിയെ കാണാം. New York City, New York City. Slow white, cruise the date to take you. Rolling with the tape blue. Look, you know what's coming back. I feel like J. Have a nice night, okay? കണ്ടില്ലേ ഗായ്സ്? ഇതാണ് ഞാൻ പറഞ്ഞത്. ന്യൂയോർക്ക് രക്ഷയില്ല. ചെറിയ സാധനം, ചെറുത്. ഇത് ചെറുത്.